ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഗർഗഭാഗവത്തിലെ ഒരു പരാമർശം പറയുകയാണ്. അതായത് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ വിസ്തരിക്കാൻ 90 അധ്യായങ്ങൾ, പിന്നൊരു 29 അധ്യായങ്ങൾ ഏകാദശത്തിൽ പറഞ്ഞിട്ടുണ്ട്. 31 അധ്യായങ്ങളുണ്ട്. എന്തായാലും ഇവിടെ പരാമർശം എന്താ വെച്ചാൽ, ഭൂമിയിൽ പ്രപഞ്ചത്തിൽ എത്ര ബ്രഹ്മാണ്ടമുണ്ടോ അത്രയും ബ്രഹ്മാണ്ടത്തിൽ കൃഷ്ണനെ എന്നും എപ്പോഴും ഓർക്കണു എല്ലാവരും. ദേവ, മർത്യ, പശു, തിര്യക്ക്, സസ്യജാലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഭാരതത്തിലെ വിഹാര കേന്ദ്രങ്ങളായിട്ട് പറയുന്നത് മധുരാമണ്ഡലം എന്ന ഒരു പ്രത്യേക വിഭാഗം, ഭൂവിഭാഗം ഭഗവാൻ തിരഞ്ഞെടുത്തു എന്നാണ്. ആ മധുരാമണ്ഡലത്തിൽ പെട്ടത് ഗോകുലം എന്ന് പ്രത്യേകമായിട്ട് പറയണു. ഗോകുലത്തിൽ അമ്പാടി, വൃന്ദാവനം, അതിൽ യമുനാ തീരം, ഗോവർദ്ധനം വളരെ പ്രത്യേകമായിട്ടും, കുശസ്ഥലി എന്ന ആ ദ്വാരകയെ ഭഗവാൻ രണ്ടാമത് പുനർനിർമ്മിച്ചതും അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണം നടത്തിയതും ഒക്കെ മധുരാമണ്ഡലമായിട്ടാണ് കണക്കാക്കുക. ഭാരതം മുഴുവൻ ആ മധുരാമണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അതിൽ ഭൂമി മുഴുവൻ എന്നാണ് വ്യാഖ്യാനം. അപ്പോൾ ഭൂമിയും അന്തരീക്ഷവും ഉൾപ്പെട്ടതാണ് ഭൂമിയെന്നും, ഭൂമിയിൽ നിന്നാണ് ബാക്കി എല്ലാ ദേവകൾക്കായാലും അധോലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കുന്നത് എന്നും ഭഗവാൻ തൻ്റെ ലീലയിലൂടെ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് മഹാദേവനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും യമനെയും വരുണനെയും ഒക്കെ തോൽപ്പിച്ചതായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കാണാം. കംസവധം, ഭഗവധം വളരെ പ്രാധാന്യമായിട്ട് പറയണം. 16 കലകളോട് കൂടിയിട്ട് പൂർണ്ണനായിട്ട് വന്നാൽ മാത്രമേ എന്നെ വധിക്കാൻ പാടൂ എന്ന് രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വതേ പൂർണ്ണനായിട്ട് പരിപൂർണതമനായിട്ട് വരാനുള്ള കാരണം ഈ ഭക്തൻ്റെ വിപരീതമായിട്ടാണ് എങ്കിലും, വിരോധഭക്തി ആണെങ്കിലും ഇവിടെ കംസൻ്റെ ഭയഭക്തിയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ വരബലാണ്. അല്ലെങ്കിൽ സ്വതേ ഭഗവാന്റെ അംശാവതാരം മാത്രമേ വേണ്ടൂ. പിന്നെ അനവധി അവതാരങ്ങൾ സ്വീകരിച്ച സമയത്തൊക്കെ ഭഗവാനെ ഭർത്താവായിട്ട് വേണം എന്ന് ആഗ്രഹിച്ചതായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് കൃഷ്ണാവതാരത്തിൽ ഈ ഭാവത്തെ ഞാൻ അനുഭവിപ്പിച്ച് തന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവനും ഗോലോകത്തിലെ രാധയ്ക്കും ഒരേപോലെ ആഗ്രഹമുണ്ടായിന്ന. രാധയും മഹാദേവനും ഇവിടെ വന്നു വെച്ചാലും രാസലീലയിൽ മാത്രമേ മഹാദേവന് പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. മറ്റതൊക്കെ നോക്കി കാണലേ ഉണ്ടായുള്ളൂ. പിന്നെ ഉഷാനിരുദ്ധത്തിലൊന്ന് തോൽക്കാനായിട്ട് വരികയുണ്ടായി. അങ്ങനെയാണ്. രാധയ്ക്ക് രംഗപ്രവേശം ഇവിടെ കിട്ടിയില്ല, ഭാഗവതത്തിൽ കിട്ടിയില്ല. ഗർഗഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ വസിക്കുന്നതായിട്ടുള്ള ഈ വിഹാരരംഗമായിട്ടുള്ള മധുരാമണ്ഡലത്തിൽ നിത്യ സംഘമുണ്ടായിരുന്നു രാധയുമായിട്ട് എന്നാണ്. സുദാമാവിൻ്റെ ശാപം 100 കൊല്ലം ഭൂവാസം രാധയ്ക്ക്. മാത്രമല്ല ഈശ്വരഭാവം എടുക്കാനും പാടില്ല. കൃഷ്ണ വിരഹത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ശാപം. അപ്പോൾ സാധാരണഗതിയിൽ കൃഷ്ണൻ ഭക്തൻ്റെ കാര്യങ്ങളെ ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സുദാമാവിൻ്റെ ഈ ശാപത്തെ ഭഗവാൻ സുദാമാവിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് എന്ന് വേണം പറയാൻ. നമ്മുടെ സുദാമാവ് കുചേലൻ സുദാമാവല്ല കേട്ടോ, അഷ്ടഗോപന്മാരിൽപ്പെട്ട സുദാമാവാണ്. സുദാമാവ്, ശ്രീദാമാവ്, സ്തോകകൃഷ്ണൻ അങ്ങനെയൊക്കെ പേരായിട്ടൊരു 8 ഗോപന്മാരുണ്ട്. അതിൽപ്പെട്ടതാണ്. ആ സുദാമാവാണ് ശംഖചൂടനായിട്ട് വന്ന് തുളസിയെ പരിണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും പിന്നെ ആ ഗോപൻ ഈ ഗോലോകത്തിലേക്ക് തന്നെ വരണതും. അപ്പോൾ ഇവിടെ ഗർഗമഹർഷി ഈ രഹസ്യ സംഘത്തെ സൂചിപ്പിക്കുകയാണ്. സുദാമാവിൻ്റെ ഈ ശാപം കഴിഞ്ഞ സമയത്തുണ്ടായതായിട്ടുള്ള ഒരു വിഷമം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന്
കൃഷ്ണനോട് ചോദിക്കുകയാണ്, ശാപം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനത് ഈ വിരഹകാലത്ത് ആരും അറിയാതെ കണ്ട് രാത്രിയിൽ രഹസ്യമായിട്ട് സംഗമിച്ചോളാം. അപ്പോൾ സുധാമാവിന് സമ്മതമായി. അങ്ങനെയാണ് അനുവാദം വാങ്ങിയത് എന്ന് പറയണം. അങ്ങനെ അഷ്ടഗോപികമാരും അഷ്ടഗോപന്മാരും രാധയും കൃഷ്ണനും ഗോപി സംഘത്തോട് കൂടിയിട്ട് സംഘമായിട്ട് തന്നെ ലീലകളെ ചെയ്തു ഭാരതത്തിൽ. ഇപ്പോൾ ഏതൊക്കെ കാലത്തെ സ്ത്രീകളാണ് കൃഷ്ണനുമായിട്ട് സംഘം വേണ്ടി വന്നത് വെച്ചാൽ അവർക്കൊക്കെ മിക്കവാറും ഗോപികമാർ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണ് 110 കോടി ഗോപികമാരുണ്ടായിരുന്നു രാസലീലയിൽ എന്നാണ്. പല ഗണങ്ങളിൽപ്പെട്ടവരാണ് അവർ. ഈ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വൃഷ്ണി അല്ലെങ്കിൽ യദു വംശത്തിൽ ഭോജ, അന്ധക, വൃഷ്ണി, മധു, ശൂര, ദാഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 8 സംഘമുണ്ട്. അതിൽ 110 കോടി ഗോപികാ ഗണങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഈ രാസലീലയെ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ വിസ്താരം ഭയന്നിട്ടാണ് ആ രംഗത്തെ ഒരു പ്രത്യേക രീതിയിൽ വ്യാസൻ വിന്യസിച്ചത്. ഈ രാധാകൃഷ്ണ സംഘം ബ്രഹ്മാവിനാലാണ് വിവാഹമായിട്ട് നടത്തിയത് എന്നും ജനിച്ച ആ സമയത്ത് തന്നെ വിവാഹം നടത്തിയെന്നും അവരുമായുള്ള സംവാദം, പ്രേമം, ഇണക്കം, പിണക്കം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വിരഹത്തെ അനുഭവിക്കൽ, അഭിനയിക്കൽ രണ്ടുമുണ്ട്. വിരഹത്തെ അനുഭവിക്കുന്നു, അഭിനയിക്കുന്നു. അതേപോലെ രണ്ടുപേരും സ്പർശിക്കുന്നതായിട്ടുള്ള ഓരോന്നും, കല്ല്, പുല്ല്, പാല്, പശു എല്ലാം കൃഷ്ണമയം ആണ്. എല്ലാവർക്കും ഒരേപോലെ പ്രാപ്യനായിട്ടുള്ള കൃഷ്ണനായിട്ട് ഭൂമിയിൽ വാസം ചെയ്തു എന്നാണ്. അപ്രാപ്യനായിട്ട് കൃഷ്ണനെയാണ് എല്ലാവർക്കും പ്രാപ്യനാക്കിയത്. അതുകൊണ്ട് ആ ഗോപികമാരെ കുറിച്ചിട്ട് ഉദ്ധവ ഗീതയിൽ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയണ വാക്ക, തന്മനസ്ക തദ് ആലാപ തദ് വിചേഷ്ട തദാത്മിക തദ്ഗുണാനേവ ഗായന്തി ത്യക്തലോകധർമാർച്ച മദർത്ഥേ ത്യക്തദൈഹികാഃ മദർത്ഥേ പ്രാണാൻ ബിഭർമി. ഇവർ ജീവൻ ഈ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ മനസ്സ് എന്നിലാണ് ഇരിക്കുന്നത്. അവർ കീർത്തനം ചെയ്യുന്നത്, പറയുന്നത്, അവരുടെ പ്രവൃത്തികൾ അത് മുഴുവൻ എന്നെ ആശ്രയിച്ചാണ്. ഞാനും ഗോപികമാരും തമ്മിൽ ഒരു താതാത്മ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഗുണങ്ങളെ, എൻ്റെ ലീലകളെ ആണ് അവർ സദാസമയത്തും ഗാനം ചെയ്യുന്നത്. അവരുടെ ലോകധർമ്മങ്ങളെ പോലും അവരെ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അവരുടേതായുള്ള ധർമ്മം അതുപോലും അവർ ശ്രദ്ധിക്കാറില്ല. എനിക്ക് വേണ്ടിയിട്ട് പ്രാണനെ സൂക്ഷിക്കുന്നു അവരുടെ ഈ ജീവിതത്തിൽ, ശരീരത്തിൽ. അവർക്ക് 11 വയസ്സിന് ശേഷം എന്നെ കിട്ടാത്തത് കൊണ്ട് അവർ എനിക്ക് വേണ്ടിയിട്ടാണ് ദേഹത്തിൽ ഈ പ്രാണനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ദുഃഖം വരുമോ എന്ന് അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് വിഷമം വരാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട്. അതൊരു കടം തീർക്കലാണ്. എന്നാലോ എൻ്റെ ലീലകളെല്ലാം അവർ അറിയണമുണ്ട്. ഇങ്ങനെ ഗർഗഭാഗവതായാലും ഭാഗവതായാലും കൃഷ്ണനെ മനസ്സിലാക്കാൻ, ഗോപികമാരുടെ ആ ഒരു താതാത്മ്യ ഭാവത്തെ മനസ്സിലാക്കാൻ, രാസക്രീഡയിൽ അവർ കൃഷ്ണൻ ചെയ്തു കൊടുത്തതായിട്ടുള്ള കാര്യങ്ങളെ സ്മരിക്കുന്നതായിട്ടുള്ള ഗോപീഗീത ആയാലും, കൃഷ്ണനെ അന്വേഷിക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണ അന്വേഷണമായാലും, കൃഷ്ണനെ മാത്രം സ്മരിച്ചുകൊണ്ട് കൃഷ്ണനെ അനുകരിക്കുന്നതായിട്ടുള്ള, കൃഷ്ണലീലകളെ അനുകരിക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ പ്രഭാവത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് രാസലീല അങ്ങനെ വിന്യാസം ചെയ്തത്. നിങ്ങൾ ഈ രാത്രി അർദ്ധരാത്രിയാണ്, വീടും
കുട്ടികളും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്നത്, ഗൃഹസ്ഥ ധർമ്മത്തെ ഉപേക്ഷിച്ച് വന്നത് നിങ്ങൾ ചെയ്ത തെറ്റല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങാണ് ഈ പറഞ്ഞ ഭർത്താവായാലും കൃഷ്ണനായ ഭാര്യ ആയാലും കുട്ടികളായാലും ഒക്കെ പേരക്കുട്ടിയുടെ സ്ഥാനത്തുണ്ടാവും, മുത്തശ്ശിയുടെ സ്ഥാനത്തുണ്ടാവും. ഇതിൽ പ്രായഭേദമൊന്നുമില്ല എന്നാണ്. തരുണികൾ മാത്രമൊന്നുമല്ല രാസക്രീഡയ്ക്ക് വന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഞാനും ഗോപികമാരും ഒന്നാണ്, രാധയും കൃഷ്ണനും ഒന്നാണ്, രണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയേ പാടില്ല. അങ്ങനെ ധരിച്ചു വെച്ചാൽ അത് പാപത്തിന് കാരണമാവും. വേർപിരിയൽ ഇല്ല. അപ്പോൾ ഈ സുദാമാവിൻ്റെ ശാപം ഭഗവാൻ സുദാമാവിനോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടാണ് എല്ലാ ദിവസവും ഈ സംഘത്തെ കൊടുത്തത്. പിന്നെ മാസത്തിൽ ഒരിക്കൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ദേശകാല അവധി നിർമുക്തമായതുകൊണ്ട് കാലം ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളത് അതിനെപ്പറ്റി അത്ര ചർച്ച വേണ്ട. ഈ 100 കൊല്ലത്തെ ഭൂവാസം, കൃഷ്ണവിരഹം, അത് രാധയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കൃഷ്ണൻ ഈ സംഘത്തെ അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. കൃഷ്ണലീലാ രഹസ്യം, രാധാകൃഷ്ണ ലീലാ രഹസ്യം, രാധയുടെ മാത്രം ലീലാ രഹസ്യം, ഇതൊന്നും നമുക്ക് വിദ്യ കൊണ്ട് അറിയാൻ സാധിക്കില്ല. രണ്ടുപേരുടെയും തൃക്കാലിൻ്റെ അടികളിൽ അടയാളങ്ങളുണ്ട്, 19 അടയാളങ്ങൾ. ഈ 19 അടയാളങ്ങളും രണ്ട് കൂട്ടർക്കും ഒരേപോലെ, എന്നാൽ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കാണും, അതല്ല എന്ന് പറയല്ല. പക്ഷേ എങ്കിലും 11ഉം 8ഉമായിട്ട് വിന്യസിച്ചിരിക്കണം. അത് ആരാണോ അത് ശ്രദ്ധിക്കുന്നത് അവർക്ക് പിന്നീടൊരു പാപമില്ല, ജന്മമില്ല. ഭഗവാന്റെ തൃപ്പാദത്തിൽ 11 അടയാളങ്ങൾ വലത്ത് കാലിലാണുള്ളത്. അത് വേദത്തിൽ പറഞ്ഞതാണ്. ചക്രം, കൊടി, താമര, വജ്രം, അങ്കുശം, യവം, പാശം അല്ലെങ്കിൽ നേർവര, പിന്നെ കുട, 4 സ്വസ്തികം, 4 ബിന്ദു, 4 ഞാവൽപ്പഴം, അഷ്ടകോൺ, ഇങ്ങനെ 11 അടയാളങ്ങൾ. അതേപോലെ ഇടത് കാലിൽ ശംഖ്, 2 വൃത്തം, വില്ല്, ത്രികോണം, 4 ജലകുംഭങ്ങൾ, ചന്ദ്രക്കല, പിന്നെ 2 ത്രികോണം വേറെ, മത്സ്യം, ഇങ്ങനെ 8 അടയാളങ്ങൾ. അത് ഇടത്തെ കാലിൽ. അതേപോലെ തന്നെ രാധയുടെ വലത്തെ കാലിൽ 8 അടയാളങ്ങളും ഇടത്തെ കാലിൽ 11 അടയാളങ്ങളുമാണ്. യവം, ചക്രം, കൊട, വള, ഈ നേർരേഖ അല്ലെങ്കിൽ പാശം, താമര, കൊടി, വിരിഞ്ഞ പൂക്കളുള്ളതായിട്ടുള്ള വള്ളി, തോട്ടി, ചന്ദ്രക്കല, ഇങ്ങനെ 11 അടയാളം ഇടത്തെ കാലിൽ രാധയുടെ വലത്തെ കാലിൽ ശംഖ്, ശൂലം, യാഗപീഠം അല്ലെങ്കിൽ യോഗപീഠം, ഒരുത്തിയിൽ ഇരുന്ന് യാഗഹോമാദികളെ ചെയ്യാനുള്ള അതാണ് സങ്കല്പിച്ചത്. കമ്മല്, കുന്തം, പിന്നെ പർവ്വതം അല്ലെങ്കിൽ ഒരു മല, ഗിരി, രഥം, മത്സ്യം, ഇങ്ങനെ 8 അടയാളങ്ങൾ രാധയുടെ കാലിലുമുണ്ട്. തുല്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ രഹസ്യങ്ങളെ സരസ്വതിക്കോ 1000 നാവുള്ള അനന്തനോ പറയാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് അറിയാൻ ഒരാൾക്കും കഴിയില്ല. രാധയുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. രാധ അതിൻ്റെ ബീജം. അപ്പോൾ അതിൽ രകാരം രമയായിട്ടും ആകാരം ക്രീഡയായിട്ടും, എന്നുവെച്ചാൽ ധാരാളം സമ്പത്തിനെ കൊടുത്തു എന്നാണ്. ധകാരം ധര, ഭൂമി. അതേപോലെ ആകാരം ഒഴുക്ക്, ഭൂമിയിൽ വേണ്ട വിഭവങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുത്തു എന്നാണ്. വിളകൾ, മഴ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കൃഷ്ണൻ എന്നുള്ളതിന് ക എന്നത് കമലാകാന്തനായിട്ടും, ഋ എന്നത് രമയതി, രമിപ്പിക്കുക എന്നതും, ഷ് എന്നുള്ളത് ഷഡ്ഗുണവതി ഭഗവാനായിട്ടും, ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം. ആ എന്നുള്ളത് അഗ്നിഭുക്കായിട്ടും, ണ എന്നുള്ളത് നരസിംഹമൂർത്തി ഹരിയായിട്ടും ഭഗവാനായിട്ടും, വിസർഗം നരനാരായണന്മാരുമായിട്ടാണ് വിസ്തരിച്ചിരിക്കുന്നത്. ഗർഗഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വിസ്താരമാണ് ഈ രണ്ടും. രാധയുടെയും കൃഷ്ണൻ്റെയും അക്ഷരങ്ങളെ, സ്വരങ്ങളെ പ്രത്യേകമായിട്ട് വിന്യസിച്ച് ഇതിലൊക്കെ ഇത്രയും അർത്ഥമുണ്ട് കേട്ടോ എന്ന് പറയണത്.
ബഹുലാശ രാജാവിനോടാണ് ഈ നാരദൻ കഥ പറയണത്. ഇവർക്കുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് ആലിലകൃഷ്ണൻ. ഈ ആലിലകൃഷ്ണൻ്റെ രോമകൂപത്തിലാണ് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും മറയുന്നതും. അത് ഓരോ നിമിഷം കൊണ്ടാണ് സംഭവിക്കുന്നത്. മംഗളസ്വരൂപിണിയായിട്ടുള്ള ഈ രാധയുടെ എല്ലാ ലീലകളും കണ്ടിട്ട് മഹാദേവനും രാധയായിട്ട് വന്നു എന്നാ. അല്ലെങ്കിൽ മഹാദേവൻ രാധ തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ രാധയുടെ ഒരു അംശമാണ് മഹാദേവൻ. അങ്ങടായാലും ഇങ്ങടായാലും ഒക്കെ ഒരുപോലെ തന്നെ. ഏതായാലും കൃഷ്ണൻ രാധയ്ക്ക് കൊടുത്തത് ശിവനും കൊടുത്തിട്ടുണ്ട് എന്നാണ്. പരബ്രഹ്മം ആയിട്ടാണ് ഭഗവാൻ. അതേപോലെ തന്നെ പരിപൂർണ തമനായിട്ട് വന്നു. മൂലപ്രകൃതിയായിട്ടുള്ള ഈ ദുർഗ തന്നെയാണ് രാധ എന്ന് അവിടെ പറയണു. ദേവി ഭാഗവത പ്രകാരം രാധയും ദുർഗയും രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പഞ്ചപ്രകൃതിയിൽ 2 ഭാവങ്ങളാണ്. ഗണേശൻ അമ്മയാം ദുർഗ, രാധ ലക്ഷ്മി സരസ്വതി സാവിത്രി ഏവം അഞ്ചത്രേ സൃഷ്ടികാലത്ത് ദേവിമാർ എന്ന് 5 ഭാവമായിട്ട് പറയുന്നുണ്ട് ദേവി ഭാഗവതം. അപ്പോൾ ഇവിടെ ദുർഗയും രാധയും ഒന്നായിട്ട് ഗർഗഭാഗവതം പറയണം. അപ്പോൾ ദുർഗയും രാധയും ഒന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദേവി മാഹാത്മ്യത്തിൽ പ്രധാനയായിട്ട് ലക്ഷ്മിയെ പറഞ്ഞു. ഗണേശൻ അമ്മയാം ദുർഗ, രാധ ലക്ഷ്മി സരസ്വതി സാവിത്രി ഏവം അഞ്ചത്രേ. അപ്പോൾ ദുർഗയും രാധയും ലക്ഷ്മി സരസ്വതി സാവിത്രി എന്ന 3 ഭാവവും ഊർജത്തെ തരുക, ജ്ഞാനത്തെ തരുക, ഇവിടെ ജീവിക്കാൻ, ഇതിനെ സ്വീകരിക്കാൻ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി വേണമല്ലോ. ആ 3 ഭാവത്തിൽ വന്നു എന്നാണ്. അതിൽ ദുർഗ എന്നത് മായയായിട്ടും രാധ എന്നത് ഈ ക്രീഡയായിട്ടും, മായയും ക്രീഡയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നായിട്ട് വന്നു എന്നും 5ആയിട്ട് തീർന്നു എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഈ പരിപൂർണ തമനായിട്ടുള്ള ഭഗവാന്റെ കൂടെ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള രാധയും ഒപ്പം കൂടി. ത്രിമൂർത്തി ഭാവം. ഈ കൃഷ്ണനും കൃഷ്ണനിലേക്ക് ലയിക്കൽ എന്നുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യവും അത് ഭഗവാൻ ഗോപിക കൃഷ്ണ ലീലയിലൂടെയാണ് കാണിച്ചു തന്നിരിക്കണമെന്നാണ് പറയുക. ഗോപികമാരുടെ ഒപ്പമുള്ളവരാണ് ഗോപന്മാർ. അത് ബലരാമനോട് എന്തുകൊണ്ടാണ് കൃഷ്ണ അങ്ങയോട് ഇത്രയും സ്നേഹം എല്ലാവർക്കും ഉണ്ടാവാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് ബലരാമനോട് പറഞ്ഞതാണ് ഈ രംഗം. അത് ബ്രഹ്മമോഹനത്തിലാണ് ഈ പരാമർശമുള്ളത്. അത് വളരെ പ്രധാനമാണ്. കൃഷ്ണനോട് ഇത്രയും താല്പര്യം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞത്, ജീവാത്മാവിന് പരമാത്മാവിൽ ലയിക്കാനുള്ള മോഹമുണ്ടാവില്ലേ. എല്ലാവരും ആദ്യം എൻ്റെ ശരീരത്തെ കണക്കാക്കും. ഓരോരുത്തരും അവരവരുടെ കാര്യം പറയാം. ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ കണക്കാക്കും. അതേപോലെ തന്നെ ശരീരത്തെ, അല്ലെങ്കിൽ പിന്നീട് എന്താ ഉണ്ടാവുക, ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധത്തെ, പിന്നെ ജീവനെ. ഇപ്പോൾ 3 ഭാവമാണ്. അപ്പോൾ ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മുക്തനാക്കാൻ വേണ്ടിയിട്ട്, എന്നിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അവർ ആ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു അഭിനിവേശം അത് കാണിക്കുകയാണ് എന്നോട്. അത് ബ്രഹ്മമോഹനത്തിൽ ഭഗവാൻ എല്ലാമായിട്ട് വന്നുല്ലോ. അതുകൊണ്ടാണ് ഗോപബാലന്മാരായിട്ടും പിന്നെ പശുക്കുട്ടികളായിട്ടും അവരുടെ ഭാവഹാവാദികളായിട്ടും ചെന്നപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ബലരാമന് മനസ്സിലായത്. അപ്പോഴാണ് ചോദിച്ചത്. അപ്പോഴാണ് ഈ ചോദ്യവും ഉത്തരവും ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ രാധാകൃഷ്ണ സംഗമം, രാധ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് രാധ എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും എന്തൊക്കെയോ ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകളെ മുഴുവൻ ഈ 2 പേരുടെയും ലീലകളെ സ്മരിച്ചു കഴിഞ്ഞാൽ, ആ ഈശ്വരഭാവത്തോടൊരു ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മുക്തി നേടാൻ സാധിക്കുമെന്ന് അതിലത്തെ ഫലശ്രുതി പറയണം. ആ രാധാകൃഷ്ണ പ്രേമം നമുക്ക് എപ്പോഴും
എന്നും ഉണ്ടാകും.